BJP പ്രതിനിധി പ്രിന്റു മഹാദേവിലേക്കാണ്. ശ്രീ പ്രിന്റു, യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ട് എന്തിനാണ് അവിടെ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് തൃശ്ശൂരിൽ? ഒന്ന്, വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ആദായനികുതി വകുപ്പിന്റെ ഒരു പരിശോധന അവിടെ നടക്കുമ്പോൾ അവിടെ ബാങ്ക് അധികൃതരോട് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില കാര്യങ്ങൾ നൽകിയിട്ടില്ല, ഈ അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അക്കൗണ്ട് മരവിപ്പിച്ചു കൊണ്ടുവന്ന നോട്ടീസിൽ അവിടെ ഇത്തരത്തിൽ ഒരാരോപണവും മുന്നോട്ട് വയ്ക്കാതെയാണ് ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതെന്തിനായിരുന്നു? മാത്രവുമല്ല, ഇതൊരു നിഗൂഢ അക്കൗണ്ടാണ് എന്നുള്ള തരത്തിലായിരുന്നു ഇതേ തുടർന്ന് വന്ന മാധ്യമ വാർത്തകളെല്ലാം തന്നെ. അതായത് ഒളിപ്പിച്ചു വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ആദായനികുതി വകുപ്പിൽ നിന്നും എല്ലാ ഏജൻസികളിൽ നിന്നും മറച്ചു വെച്ച ഒരു അക്കൗണ്ടാണ് ഇത്. പക്ഷേ 3 പതിറ്റാണ്ടായി CPIയും ഉപയോഗിക്കുന്ന അക്കൗണ്ടാണിത്. വളരെ കൃത്യമായ ഏജൻസികൾക്ക് മുന്നിൽ വരവ് ചെലവ് കണക്കുകൾ എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട് എന്ന് CPIM അല്പസമയം മുമ്പ് ഇറക്കിയ പ്രസ്താവനയിൽ പോലും പറയുകയാണ്. എന്തിനാണ് അവിടെ അക്കൗണ്ട് മരവിപ്പിച്ചത് നിങ്ങൾ? തീർച്ചയായും ഒന്ന് നേരത്തെ അനിൽകുമാറിനോട് നിങ്ങൾ ചോദിച്ചു, എന്താണ് ചോദിച്ച സമയത്ത് അത് അരി എത്ര എന്ന് ചോദിച്ച സമയത്ത് പയറ് 300 ഗ്രാം എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ആഗോളതാപനം അടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞെങ്കിലും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിനകത്ത് ED എന്തുകൊണ്ടാണ് ഇത് ഫ്രീസ് ചെയ്തത്, അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയില്ല. അദ്ദേഹം മോഡിക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ അഴിമതി ആരോപണങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ബാങ്ക് ഒരു പറ്റം ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തിയിട്ടുള്ള 11,000-ത്തോളമുള്ള അംഗങ്ങളുള്ള ഒരു ബാങ്കിലെ 11,000 പേരുടെ കണ്ണീരുമായി ബന്ധപ്പെട്ട് നടന്ന വലിയൊരു അഴിമതി. ആ അഴിമതിയുടെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ അന്വേഷണം എത്തി നിൽക്കുന്നത് CPM എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജില്ലാ നേതൃത്വത്തിലാണ്. വർഗീസിനെ ആയിക്കോട്ടെ ബാക്കിയുള്ള ആളുകളൊക്കെ ആയിക്കോട്ടെ അന്വേഷിച്ചു. അതിനകത്ത് അറസ്റ്റിലായ ആളുകളുടെ പശ്ചാത്തലം ഒക്കെ നമുക്കറിയാം. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോ കൃത്യമായിട്ട് ED റിപ്പോർട്ട് പ്രകാരം CPM ജില്ലാ കമ്മിറ്റിക്ക് 9 ബാങ്ക് അക്കൗണ്ടുകളാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ട് 98 മുതൽ ഈ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു വസ്തുത കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദുരൂഹമായിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന രീതിയിൽ ഇതിനെ കാണുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് പണം വന്നത്? അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. ഒരു അക്കൗണ്ടിനകത്തേക്ക് 10 കോടി രൂപ വരുന്നു, ഒരു സുപ്രഭാതത്തിൽ 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു, 1 കോടിയുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം നടക്കുന്നു. സ്വാഭാവികമായിട്ട് 5 കോടി അടക്കമുള്ള കാര്യങ്ങളുള്ള ബാങ്ക് അക്കൗണ്ടിനെ ഫ്രീസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നമുക്കറിയാം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുടെ മുൻമുനയിലാണ് തൃശ്ശൂരിലെ ജില്ലാ നേതൃത്വം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 10 കോടി രൂപ സ്വാഭാവികമായിട്ട് എങ്ങനെ വന്നു അതറിയണമല്ലോ. എന്തിനു വേണ്ടി ചെലവഴിച്ചു അറിയണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ചുരുളുകൾ അഴിയുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി പണം വിനിയോഗിക്കേണ്ടി വരില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തട്ടെ, എത്ര രൂപ എവിടെ നിന്നാണ്? അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അല്ല, പ്രിന്റുവിന് കാരണം അറിയാമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രിന്റുവിന് അറിയാമോ ഇത് എന്തുകൊണ്ടാണ് മരവിപ്പിച്ചതെന്ന്? അങ്ങനെ ഒരു കാരണം ഒരു ആദായനികുതി വകുപ്പ് ബാങ്കിന് നൽകിയിട്ടില്ല, അതുപോലെ ഈ ബന്ധപ്പെട്ട അക്കൗണ്ട് ഉടമയ്ക്ക് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് കാരണം? അല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ദുരൂഹ അക്കൗണ്ടുകൾ അത് പെട്ടെന്ന് മരവിപ്പിക്കാനുള്ള അവകാശം ഉണ്ട്. അല്ല, ബാങ്കിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കാണിച്ചിട്ടില്ല എന്ന്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ വിശദീകരണം ചോദിക്കേണ്ടത്? അവിടെ ചാടിക്കയറി എങ്ങനെയാണ് ഇൻകം ടാക്സിന് എത്താൻ കഴിയുക? ഇത് വളരെ ദുരൂഹമാണ് എന്നതാണ് CPIM മുന്നോട്ട് വെക്കുന്ന ആശങ്ക. അല്ല, അത് CPM അത് പറയാം. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന എന്ന് പറഞ്ഞെന്നറിയാം. പ്രസ്താവന ആർക്കും ഇറക്കാമല്ലോ. ഇതിന് സത്യാവസ്ഥ നിജസ്ഥിതിയും സ്വാഭാവികമായിട്ട് ED കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഒരു സുപ്രഭാതത്തിലൊന്നും ഒരു ആളുടെയും യാതൊരു തെളിവുകളില്ലാതെ അക്കൗണ്ട് ഒന്നും ഫ്രീസ് ചെയ്യാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ കരുവന്നൂർ പോലെയുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട അലിഗേഷൻ നിൽക്കുന്നു. CPMന്റെ ഓരോ നേതാക്കളടക്കം മുൾമുനയിലാണ്. AC മൊയ്തീന്റെ സ്വത്തടക്കം ഫ്രീസ് ചെയ്യപ്പെടുന്നു. AC മൊയ്തീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇതിലെ പ്രതികൾ. അപ്പൊ സ്വാഭാവികമായിട്ട് വർഗീസിനടക്കം ചോദ്യം ചെയ്യുന്നു.
അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള സ്ഥലത്ത് 10 കോടി രൂപയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദുരൂഹ അക്കൗണ്ട്, ആ അക്കൗണ്ടിന് ഫ്രീസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ സ്വാഭാവികമായിട്ട് അല്ല, പാർട്ടിക്ക് വ്യക്തം, ഞാൻ പറയട്ടെ, അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഒരു സെക്കൻഡ് അതുമായി ബന്ധപ്പെട്ട് CPM പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാറിന് ഒന്ന് പറയാനുണ്ട്. ഒരു സെക്കൻഡ്. അല്ല, ED ഇതിൽ എന്ത് കടലാസം ഉള്ളത്? ആ പ്രിന്റ് എന്ന് പറഞ്ഞേ. ഇപ്പോൾ CPMന്റെ അക്കൗണ്ട് ED ആയിട്ട് എന്നാ ബന്ധം? ED എന്താ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിൽ? ഒന്ന് പറഞ്ഞു തന്നെ എന്താന്ന്. അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ED അല്ല. നിങ്ങൾ ED എന്ത് ചെയ്യുന്നു? ED ഇൻകം ടാക്സ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറയുന്നു മിസ്റ്റർ നോ നീലിമ, ഞാൻ ചോദിച്ച ചോദ്യം ED എന്ത് ചെയ്തു? അതെ, മാത്രമല്ല 2 വർഷമായി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. എന്ത് ചെയ്തു? നോ നീലിമ എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. നീലിമ എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഞാൻ വഴങ്ങാത്തൊരു കാര്യം ഉത്തരം പറയാം. കരിവന്നൂരുമായി ബന്ധപ്പെട്ട് ED അന്വേഷിക്കുന്നു. EDയും ഈ CPMന്റെ അക്കൗണ്ടിൽ ED എന്ത് നടപടി എടുത്തു? എനിക്കറിയണം. അല്ലല്ല, ഞാൻ കരിവന്നൂർ കുറിച്ച് ചോദിച്ചില്ല. CPMന്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച EDയുടെ എന്ത് സ്റ്റെപ്പാ ഉള്ളത്? CPMന്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് സംബന്ധിച്ച EDയുടെ എന്ത് സ്റ്റെപ്പ് എടുത്തു? അത് പറയൂ. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ CPMന്റെ അക്കൗണ്ട് വെച്ച് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ED ഇഷ്യൂ ചെയ്ത ഏത് കടലാസാണ് ഉള്ളത്? കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും EDയുടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കണ്ട. നീലിമ ചോദ്യത്തിന് ഉത്തരം പറയാൻ സൗകര്യമുണ്ട് ചെയ്യാൻ പറ. പിന്നെ നിങ്ങൾ ഒഴിഞ്ഞു പോകും. ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ഞാനൊന്ന് പറയട്ടെ മാസ്റ്റർ. ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട്. ഞാനൊന്ന് പറയട്ടെ സാർ. 98 അക്കൗണ്ട് തുടങ്ങിയത്. KK മാമക്കുട്ടിയായിരുന്നു സെക്രട്ടറി. 98 തുടങ്ങിയ അക്കൗണ്ട് ഇപ്പോഴും പാർട്ടി സെക്രട്ടറി കൈകാര്യം ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ED ഈ CPMന്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എന്ത് സ്റ്റെപ്പ് എടുത്തു എന്ന് പറയൂ ഈ ചർച്ചയിൽ. അല്ല, ഇതിനകത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 300 കോടി രൂപയുടെ അഴിമതിയാണ് സാർ. ആ 300 കോടി അഴിമതിയുമായി ബന്ധപ്പെട്ട് ED എന്തെടുത്തു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയൂ സാർ. അതിന് കാരണക്കാരായ ED എന്തെടുത്തു? ഞാൻ പറയട്ടെ സാർ, ED എന്ത് ചെയ്തു? CPMന്റെ ജില്ലാ നേതൃത്വം ED എന്ത് ചെയ്തു പറയാൻ അനുവദിക്കും. ഞാൻ ED എന്ത് ചെയ്തു എന്നാ ചോദ്യം. സ്റ്റേറ്റ് ചോദ്യമല്ലേ? സ്റ്റേറ്റ് ചോദ്യമല്ല, അതിന് ഉത്തരവില്ലല്ലോ. ഇല്ലപ്പോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു മിസ്റ്റർ. അല്ല സാർ, ഞാനൊന്ന് പറഞ്ഞു. ഒരു ബന്ധപ്പെട്ടില്ല. നിങ്ങൾ സ്റ്റേറ്റ് ആയിട്ട് പറയും. ED എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് കരുവന്നൂർ അന്വേഷിക്കുന്നത്. CPMന്റെ അക്കൗണ്ടുമായിട്ട് EDക്ക് ബന്ധമില്ല. CPMന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ED എന്തെങ്കിലും നോട്ടീസ് ഇഷ്യൂ ചെയ്തോ? ചോദ്യം സാർ, വർഗീസ് ആരാണ്? AC മൊയ്തീൻ ആരാണ്? നിങ്ങളുടെ വർഗീസ് ആരാണ്? നിങ്ങൾ CPMന്റെ ജില്ലാ എന്റെ ചോദ്യം, CPMന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ED എന്തെങ്കിലും ചെയ്തോ? ഞാൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ സാർ. വർഗീസ് ആരാണ്? CPMന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ED എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തോ? ഞാൻ ചോദിക്കട്ടെ, ആരുടെ പേരാണ് സാർ അക്കൗണ്ട് ഉള്ളത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, വർഗീസ് ഒരു കേസിലും പ്രതിയല്ല. സഖാവ് MM വർഗീസ് ഒരു കേസിലും പ്രതിയല്ല. പ്രതിയാകാനും പോകുന്നില്ല. ചോദ്യം ചെയ്തിട്ടുണ്ട് ED. എന്റെ ചോദ്യം ഇതാണ്, ED ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചർച്ച പങ്കെടുത്തിട്ട് LKG പഠിക്കുന്ന പിള്ളേരോട് പോയി ചോദിക്കുക. വേറെ പണി നോക്ക്. LKG പഠിക്കുന്ന പിള്ളേരോട് പോയി ചോദിക്കുക. CPMന്റെ തൃശ്ശൂർ സെക്രട്ടറി ആരാന്ന്. വേറെ പണി നോക്ക്. നിങ്ങൾ ഈ പറയുന്ന വാദഗതി എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച MM വർഗീസിനെ വിളിച്ച് ED മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം, അവിടെ ഒരു സാധ്യതയുമില്ലാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയറി വരികയാണ്, ഉദ്യോഗസ്ഥർ കയറി വരികയാണ്. എന്നിട്ടാണ് ഈ ബാങ്കിൽ പരിശോധന നടക്കുന്നതും അവിടുത്തെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത്. ഒരു കാരണവുമില്ലാതെയാണ് യഥാർത്ഥത്തിൽ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനാണ് അനിൽകുമാർ മറുപടി ചോദിച്ചത്. നിങ്ങൾക്ക് മറുപടി പറയൂ. അല്ല, ഞാൻ പറഞ്ഞ ഒരു കാരണമില്ല. കൃത്യമായിട്ട് ദുരൂഹതയുള്ള ഒരു അക്കൗണ്ടാണ്. 10 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതിൽ 1 കോടിയുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ പെട്ടെന്ന് ഒരു സുപ്രഭാതം ഒരു ദിവസം എന്ത് ദുരൂഹത പ്രിന്റു. 3 പതിറ്റാണ്ടായി CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ കൈവശം ഇരിക്കുന്ന ഒരു അക്കൗണ്ട്, വളരെ കൃത്യമായി എല്ലാ വർഷവും എല്ലാ വിവരങ്ങളും എല്ലാ കണക്കുകളും സബ്മിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്, അവിടെ എന്താണ് ദുരൂഹത? അല്ല, സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതിന് എന്തെങ്കിലും രേഖയുണ്ടോ താങ്കളുടെ കയ്യിൽ?
ആരാണ് പറഞ്ഞത് അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന്? അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ താങ്കൾ രേഖകൾ കാണിക്കൂ. അവിടെ ആരെങ്കിലും അക്കാര്യം കോട്ട് ചെയ്തോ? അല്ല, രേഖകൾ അങ്ങനെ പാർട്ടി പുറത്തുവിടട്ടെ. ഇതിലേക്ക് ഈ അക്കൗണ്ടിലേക്ക് വന്ന വിവരങ്ങളുമായി അല്ല, ബന്ധപ്പെട്ട് എവിടുന്നാണ് പണം താങ്കൾ വളരെ കൃത്യമായി പറയുകയാണല്ലോ. അത്തരത്തിൽ ഒരു വിവരവും CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ഈ അക്കൗണ്ടുമായി നൽകിയിട്ടില്ല എന്ന്. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾക്ക് ഇടപെടാം. ഞാൻ CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ഇവിടെ എന്താ വേണ്ടത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, BJP-യുടെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലെ വരവെല്ലാം നിങ്ങൾ പുറത്തുവിട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. BJP-യുടെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് രഹസ്യ അക്കൗണ്ടാന്ന് ഞാൻ പറയാം. അല്ല, ഞാനൊന്ന് പറയട്ടെ സാർ. അത് ഞാൻ പറയാം. നിങ്ങൾ ED അന്വേഷണം നേരിടുന്നില്ല. ഞാൻ പറയട്ടെ. 1,34,00,000 രൂപ കൊടകരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ബാങ്കിൽ കിടപ്പുണ്ട്, കോടതിയിൽ കിടപ്പുണ്ട്. 1,34,00,000 രൂപ. തൃശ്ശൂരിലെ നിങ്ങളുടെ അക്കൗണ്ടും തുറക്കട്ടെ. ദുരൂഹത മുഴുവൻ കൊടകരയിലാണ്. പിന്നെ നമ്മുടെ സുരേന്ദ്രന്റെ ശബ്ദം കേട്ടില്ലേ? 25 ലക്ഷം രൂപ ആ CK ജാനുവിന് കൊടുക്കാൻ കൊണ്ടു കിടന്ന് ഉണ്ടുണ്ട്. ഞാൻ പറയാം, അതാണ് പറയുന്നത്. കൃത്യമായിട്ട് പറയാം. 1,34,00,000 രൂപ പിടിച്ചെടുത്തിട്ട് ബാലിശാണോ? 1,34,00,000 രൂപ അവിടെ കിടപ്പുണ്ട് തൃശ്ശൂർ കൊടകരയില്. എന്നിട്ട് ED-ക്ക് എഴുതി കൊടുത്തിരിക്കുക കേരള പോലീസ് 1000 പേജുള്ള കുറ്റപത്രം. ഞാൻ പറയട്ടെ സാർ, ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറയട്ടെ. എൻ്റെ കാര്യം പറയാം. ഒന്ന്, CPM-ന്റെ അക്കൗണ്ടിൽ നിയമത്തിന് നിരക്കാത്ത ഏതെങ്കിലും പണം വന്നെങ്കിൽ പണം വന്നു എന്ന് ആരോപിക്കുന്നവരാണ് വെളിപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ ഈ ED പോലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള നിങ്ങളുടെ നിർമ്മല സീതാരാമന്റെ ഒക്കെ ഭൂതഗണങ്ങളോട് ഞാൻ പറയുക. ഞാൻ പറയട്ടെ. ആ അന്വേഷണ ഏജൻസികളോട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങളൊക്കെ ഇന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ നേതാവുണ്ടല്ലോ, ആ നിർമ്മല സീതാരാമൻ. ഈ അന്വേഷണ ഏജൻസികളുടെ മേലെ ഇരിക്കുന്ന നിർമ്മല സീതാരാമനെ ഞാൻ വെല്ലുവിളിക്കുക. അമിത്ഷയെ വെല്ലുവിളിക്കുക. അല്ല, നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുക. ഇനി കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെടുത്തിയിട്ട് പോകും. ചുണയുണ്ടെങ്കിൽ നിങ്ങൾ കുറെ പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. 1000 പേജുള്ള കുറ്റപത്രം 1,34,00,000 രൂപ പിടിച്ചിട്ട് പൈസ സഹിതം കേരള പോലീസ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് പിടിക്ക്, ഇവന്മാരെ പിടിക്ക്, ഈ കള്ളന്മാരെ പിടിക്ക്. ഈ കള്ളന്മാരുടെ ഇന്ന് 3 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ പിടിച്ചിരിക്കുന്നത്. ആരാ കള്ളപ്പണം കൊണ്ടു കിടന്നത്? നിങ്ങളുടെ നേതാക്കന്മാരുടെ കള്ളപ്പണം ഇന്ന് പിടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. എന്നിട്ട് വീരന്മാർ വന്നിട്ട് CPM വലിയ തുക. ഏത് വലിയ തുക? അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ പറയൂ, ഏതാണ് സംശയകരമായ അതിലേക്ക് വന്ന പണം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ED എന്തെങ്കിലും കടലാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന എൻ്റെ വ്യക്തമായ ചോദ്യം. ED ഒരു കടലാസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യമില്ലാതെ ചുമ്മാ അങ്ങ് ഫ്രീസ് ചെയ്തു, കാരണം പോലും പറയാതെ. എന്നിട്ട് നിങ്ങളെപ്പോലുള്ള കുറേ BJP നേതാക്കന്മാർ അതും ഇതും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് നരേന്ദ്രമോദിയുടെ ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതി വന്നപ്പോൾ നിങ്ങളുടെ മാനം പോയിട്ട് നിങ്ങൾ വഴി കൂടെ നടക്കാൻ മാർഗമില്ലായിട്ട് കെട്ടുകഥ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞോളാം. ഈ കെട്ടുകഥയാണ് ഇപ്പോൾ CPM പ്രതിനിധി പുറത്തു കൊണ്ടുവന്നത്.